സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുകയാണ്. ജനാധിപത്യത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് നമുക്കറിയാം, പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നം ഉൾപ്പെടെ നമ്മുടെ ഫ്ലോറിൽ ചോദ്യോത്തര വേളയിൽ വരുമ്പോൾ അത് അടക്കം തടസ്സപ്പെടുത്തുന്ന അങ്ങേയറ്റം മോശപ്പെട്ട സമീപനമാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ഇവരാരെ സഹായിക്കാനാണെന്നുള്ളൊരു സംശയം നിൽക്കുകയാണ് സർ. കാരണം പ്രധാനപ്പെട്ടത് ഇന്ന് കേന്ദ്ര ബഡ്ജറ്റും കേരള ബഡ്ജറ്റും എല്ലാം താരതമ്യം ചെയ്യുന്ന ഒരു സമയമാണ്. കേരളത്തിലെ റബ്ബർ കർഷകരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കുന്ന കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റും അതോടൊപ്പം തന്നെ ആ റബ്ബർ കർഷകരെ ഉൾപ്പെടെ കാണാതെ പോകുന്ന, നെൽകർഷകരെ ഉൾപ്പെടെ കാണാതെ പോകുന്ന, ആശാ വർക്കർമാരെ ഉൾപ്പെടെ കാണാതെ പോകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനെ വിമർശിക്കാനെങ്കിലും ഇവർക്ക് ഈ സമയം ഉപയോഗിക്കാമായിരുന്നു. അതെല്ലാം അവർ BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സാർ ഈ സമീപനങ്ങളെല്ലാം സ്വീകരിച്ചു പോരുന്നത്. ഇപ്പോൾ പുകമുറ സൃഷ്ടിക്കാനാണ് സാർ ഇവർ ഇവിടെ ശ്രമിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ശബരിമലയുടെ പേരിലാണ് ഇവർ പുകമുറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. നാടാകെ വ്യക്തമാണ് സാർ, പോറ്റിയെ ശബരിമല കയറ്റിയത് ആരാണെന്ന് നാടാകെ വ്യക്തമാണ്. നാടാകെ മനസ്സിലാക്കി കഴിഞ്ഞു. 2004 ബാംഗ്ലൂരിലെ ഏതോ അമ്പലത്തിലെ പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവരുന്നത് ആരാണ് കൊണ്ടുവരുന്നത്? ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് KC വേണുഗോപാൽ ഇവിടെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ്, ദേവസ്വം ബോർഡ് ശ്രീ രാമൻ നായരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിരിക്കുമ്പോഴാണ് അവിടെ പോറ്റിയെ കൊണ്ടുവരുന്നതും പോറ്റിയെ കയറ്റുന്നതും. അതിനുശേഷം പിന്നീട് അവിടെ കീഴ്ശാന്തിയായി 2014 നിയമിക്കപ്പെടുമ്പോഴും നമുക്കറിയാം UDFൻ്റെ ഗോവിന്ദൻ നായരുടെ ബോർഡായിരുന്നു, UDFൻ്റെ ഭരണസമിതിയായിരുന്നു. ഇവിടെ ശബരിമലയുടെ പേരിൽ ഇടതുപക്ഷത്തിനൊന്നും മറയ്ക്കാനല്ല സാർ. ഓരോ ദിവസവും പുറത്തു വരുന്ന ചിത്രങ്ങൾ ഇവർക്ക് മറുപടി പറയാനുണ്ടോ? നമ്മൾ രാവിലെ ഉയർത്തിക്കാട്ടിയ ചിത്രം CPIMൻ്റെ ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിൽ പോറ്റി എത്തിയതല്ല. പോറ്റി മാത്രമല്ല, ബെല്ലാരി ഗോവർദ്ധൻ ഇത് വാങ്ങിയ ആൾ, ഇത് സോണിയാഗാന്ധിയുടെ വസതിയാണ്. എന്താണ് മറുപടി? നിരവധി ചിത്രങ്ങൾ വന്നു, ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ കെട്ടിക്കൊടുക്കുന്ന ചിത്രങ്ങൾ വരുന്നു. എന്തെങ്കിലും മറുപടി ഇവർക്ക് പറയാനുണ്ടോ സാർ? ഒരു മറുപടിയും ഇവർക്ക് പറയാനില്ല. കോന്നിയുടെ മുൻ MLA UDFൻ്റെ കൺവീനർ കൂടിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എവിടെയെല്ലാം പോകുന്ന നിരവധി ചിത്രങ്ങൾ, വാർത്തകൾ ഒക്കെ വരുന്നു. ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലാണ് മറുപടി. ഒരു ചിത്രം വന്നു, ഞാൻ എല്ലാ ചിത്രവും പറയുന്നില്ല, ബാംഗ്ലൂർ പോകുന്നതും ഡൽഹി പോകുന്നതും നിരവധിയുണ്ട്. ഒരു ചിത്രം, അദ്ദേഹം ഉപഹാരം വാങ്ങുന്നു, ഗിഫ്റ്റ് വാങ്ങുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഈന്തപ്പഴമാണെന്ന്. ശരി, അത് ഈന്തപ്പഴമായിക്കോട്ടെ, നമുക്ക് സംശയമില്ല. ഈന്തപ്പഴത്തെക്കാട്ടിൽ മധുരമുള്ള ധാരാളം പഴങ്ങളുള്ള നാടാണ് സാർ കോന്നി. ആ കോന്നിയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഇതിലും മധുരമുള്ള പല പഴങ്ങളും കൊണ്ടു കൊടുക്കുമായിരുന്നു സാർ. ഇതിനെന്താണ് അദ്ദേഹത്തിന് UDF കൺവീനർക്ക് മറുപടി പറയാനുള്ളത്? ഈ കവറിൽ ഈ കാട്ടുകള്ളനോട് വാങ്ങിയതിന് എന്താണ് മറുപടി പറയാനുള്ളത്? അദ്ദേഹത്തിന് ഇന്ന് വരെ ആ കാര്യത്തിൽ മറുപടി പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല സാർ. നമുക്കൊന്നും മറയ്ക്കാനില്ല സാർ. അയ്യപ്പൻ്റെ വാഹനം ആരാണ് സാർ എടുത്തു കൊടുത്തത്? അയ്യപ്പൻ്റെ വാഹനമല്ലേ വാജി വാഹനം. ആ വാജി വാഹനം ദേവസ്വത്തിൻ്റെ സ്വത്താണെന്നുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ആ വാജി വാഹനം എടുത്ത് കൊടുക്കുകയാണ് സാർ. ആർക്ക്? അജയ് തറയിൽ കൊടുക്കുകയാണ് സാർ. എന്താണ് ഇവർക്ക് മറുപടി പറയാൻ? ഇവർ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സാർ. പക്ഷെ അയ്യപ്പൻ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് സാർ. അയ്യപ്പൻ്റെ നാട്ടിൽ നിന്നും ഈ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞു സാർ. അയ്യപ്പൻ്റെ വാർഡ് ഏതാണെന്നറിയാമോ? ശബരിമല വാർഡ്. ആ ശബരിമല വാർഡിൽ കഴിഞ്ഞ കുറെ കാലം BJP, അതിനു മുമ്പ് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചത്. ഈ തവണ അവിടെ വാർഡ് മെമ്പറെ തെരഞ്ഞെടുത്തത് അയ്യപ്പനാ. കാരണം എന്താ? CPMഉം BJPയും തുല്യമായി വരുന്നു. CPMഉം BJPയും തുല്യമായി വന്നപ്പോ നറുക്കിട്ടപ്പോ അയ്യപ്പന്റെ ഇടപെടലില്ലെങ്കിൽ അവിടുത്തെ CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ഉത്തമൻ വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കില്ല. പൊന്നമ്പലമേട്. ആ പൊന്നമ്പലമേട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് അയ്യപ്പന്റെ നാമധാരി കൂടിയായിട്ടുള്ള CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് മണികണ്ഠൻ. ആ 2 പഞ്ചായത്തും, പെരുന്നാടും സീതത്തോടും, എൻ്റെ പഞ്ചായത്ത് കൂടിയാണ് സീതത്തോട്, അവിടെയെല്ലാം BJPയെയും കോൺഗ്രസിനെയും തൂത്തെറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ഭരണം. ഇങ്ങ് അയ്യപ്പന്റെ വളർത്തുനാട് പന്തളം കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പന്തളം മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റി
ബി.ജെ.പിയിൽ നിന്നും പിടിച്ചെടുത്ത് ഇന്നവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണമാണ്. അയ്യപ്പൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പന്റെ സ്വർണം കട്ട ഈ കോൺഗ്രസിനെ, അതിന് ഒത്താശ പാടിയ കോൺഗ്രസിനെ ഈ കേരളത്തിൽ നിന്ന് തൂത്തെറിയാൻ അയ്യപ്പൻ ഇടപെടും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല സാർ. ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ അടുത്ത സമയത്ത് കേരളത്തിൽ നടത്തിയിട്ടുള്ള ഡെവലപ്മെന്റുകളുണ്ട് സാർ. അതിൽ കോന്നി മണ്ഡലത്തിൽ 15ാം നിയമസഭയുടെ 1ാം സമ്മേളനത്തിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുവാൻ എനിക്ക് 3.5 മണിക്കൂർ വേണമായിരുന്നു സാർ. കാരണം എന്താ, ഞാൻ കോന്നിയിൽ നിന്നും പത്തനംതിട്ട, അടൂർ, കൊട്ടാരക്കര വഴി വേണമായിരുന്നു തിരുവനന്തപുരത്ത് വരാൻ. പക്ഷേ ഈ 16ാം സമ്മേളനത്തിൽ ഞാൻ എത്തുന്നത് 2.5 മണിക്കൂർ കൊണ്ടാണ് കോന്നിയിൽ നിന്ന്. കാരണം എന്താ, 50 ആണ്ടുകളായി ഞങ്ങളുടെ നാട് ആവശ്യപ്പെടുന്ന മലയോര ഹൈവേ 750 കോടി രൂപ മുടക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കി. 1ാം സമ്മേളനത്തിൽ വരുമ്പോ അവിടെ MLA-യുടെ വാഹനം എന്ന് പറഞ്ഞാൽ എൻ്റെ വാഹനം മാത്രമായിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഈ കേരളത്തിലെ മിക്കവാറും എല്ലാ MLA-മാരും മന്ത്രിമാരും യാത്ര ചെയ്യുന്ന മലയോര നാടിന്റെ തലസ്ഥാനമായി എൻ്റെ കോന്നിയെ മാറ്റിയതിന് ഈ ഗവൺമെന്റിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അത്ഭുതപൂർവമായ ഡെവലപ്മെന്റ് ആണ് സാർ നാടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോന്നിയിലെ റോഡുകൾ വളരെ മോശപ്പെട്ട റോഡുകൾ അവിടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുമ്പോൾ വലിയ പ്രതിസന്ധിയായിരുന്നു. ആ മണ്ഡലത്തെ ചേർത്തു പിടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 500 കോടിയിലധികം രൂപയാണ് സാർ ആ മണ്ഡലത്തിലെ റോഡ് വികസനത്തിനു മാത്രമായി അനുവദിച്ച് അവിടുത്തെ റോഡുകളെല്ലാം ഇന്ന് ആധുനിക നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ചൻകോവിലാറിന് കുറുകെ 2 പാലങ്ങൾ മാത്രമായിരുന്നു മുമ്പുണ്ടായിരുന്നെങ്കിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 3 പാലങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. ഐരവൺ പാലവും, ചിറ്റൂർ കടവ് പാലവും, ആവണിപ്പാറ പാലവും. ഐരവൺ പാലത്തിന്റെ നിർമ്മാണം പാതിയായി. ചിറ്റൂർ കടവും ആവണിപ്പാറ പാലവും ടെൻഡർ കഴിഞ്ഞ് ഈ മാസം നിർമ്മാണം ആരംഭിക്കുകയാണ് സാർ. പത്തനംതിട്ട ജില്ലയുടെ അഭിമാനമായി മാറിയ കോന്നി മെഡിക്കൽ കോളേജ് പതിറ്റാണ്ടുകൾ നടക്കില്ല എന്ന് പലരും വിധിയെഴുതിയ നാളുകൾ ഉണ്ടായിരുന്നു സാർ. അവിടെ നിന്നാണ് ഈ ഗവൺമെന്റ് അതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് യാഥാർത്ഥ്യത്തിലെത്തിക്കാൻ 352 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച് ഇന്ന് ആ മലയോര നാടിന്റെ തിലകക്കുറിയായി ആ മെഡിക്കൽ കോളേജ് മാറുകയാണ് സാർ. ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായി ടാങ്കറിലല്ലാതെ കുടിവെള്ളം എത്തിച്ചു സാർ. ഈ തവണ നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് വഴി കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് സാർ ഈ കാലത്ത് നമ്മുടെ ശബരിമല സീസണിൽ നമ്മുടെ ഗവൺമെന്റിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ആ നാടിനെ ചേർത്ത് പിടിച്ച് 50 ആണ്ടുകളായി ആ നാട് ആഗ്രഹിച്ച എല്ലാ വികസന പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയെയും പ്രിയപ്പെട്ട കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയെയും ഗവൺമെന്റിനെയും കോന്നിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ബഡ്ജറ്റിനെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.